സുഹൃത്തുക്കളെ നമസ്കാരം. യൂറോപ്പിൽ എന്താണ് നമ്മുടെ നാട്ടിലെ യുദ്ധത്തെപ്പറ്റി, ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെപ്പറ്റി എന്താണ് ചർച്ച എന്ന് നിങ്ങൾക്കറിയണ്ടേ? ഞാൻ ഇന്നലെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഒരു പേഷ്യന്റും അവരുടെ മകളും എന്നോട് ചോദിച്ചു, നിങ്ങൾ ഏത് രാജ്യക്കാരാണ്? ഞാൻ പറഞ്ഞു ഇന്ത്യക്കാരനാണ്. ഇന്ത്യ ഇപ്പോ പാകിസ്ഥാനെ തകർക്കുകയാണല്ലോ, അവരെ ഇത് മറ്റൊരു പാലസ്തീനായി, മറ്റൊരു ഗാസയായി പാകിസ്ഥാന് മാറുമല്ലോ, കഷ്ടം, ഇന്ത്യ എന്ത് ക്രൂരതയാണ് അവരോട് ചെയ്യുന്നത്. അപ്പോ അയർലൻഡിൽ, പ്രത്യേകിച്ചും യൂറോപ്പിലെ ഒക്കെയുള്ള ചിലരുടെ കാഴ്ചപ്പാട് ഇങ്ങനെയാണ്, പ്രത്യേകിച്ചും അയർലൻഡിലുള്ളവരുടെ. കാരണം എന്താന്ന് വെച്ചാൽ അയർലൻഡിലെ ചില മാധ്യമങ്ങള്, പ്രധാനപ്പെട്ട ചില മാധ്യമങ്ങള് ഇന്ത്യക്ക് നേരിട്ട ആ ഒരു തീവ്രവാദി ആക്രമണത്തിന്റെ ഒരു കഠിനമായിട്ടുള്ള ആ ഒരു അവസ്ഥ മനസ്സിലാക്കാതെ, എന്തുകൊണ്ട് ഇന്ത്യ ആക്രമിച്ചു എന്നും മനസ്സിലാക്കാതെ, ഇന്ത്യ വെറുതെ കയറി പാകിസ്ഥാനിലെ പാവപ്പെട്ട ജനങ്ങളെ ആക്രമിക്കുന്നു, ഒരു ഗാസയാക്കാൻ ശ്രമിക്കുന്നു എന്നൊക്കെയുള്ള ചില നിലപാടുകളാണ് പാവപ്പെട്ട ഐറിഷുകാർക്കുള്ളത്. ഒരു സാധാരണക്കാർ, അവരെ നമുക്ക് പൂർണ്ണമായിട്ടും കുറ്റം പറയാൻ പറ്റില്ല. അവർ കേൾക്കുന്ന വാർത്ത മാത്രം വിശ്വസിച്ച് അങ്ങനെ പറയേണ്ടി വന്നത്. ഞാൻ അവരെ ഉടനെ തന്നെ തിരുത്തുകയും, തീവ്രവാദികളെ മാത്രം ഉന്നം വെച്ചുകൊണ്ടാണ് ഇന്ത്യൻ സൈന്യം യുദ്ധം ചെയ്തത് എന്നുള്ള രീതിയിൽ അവരെ കൺവിൻസ് ചെയ്യാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. മറ്റ് പല കാര്യങ്ങളിലാണെങ്കിലും ഇവിടുത്തുകാരൊക്കെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ തന്നെ കഴിവതും ഒന്ന് ചിരിച്ച്, ഒന്ന് മൈൻഡ് ചെയ്ത്, ഒരു ഹായ് പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞ് ഒന്ന് വിഷ് ചെയ്ത് ഒരു സൗഹൃദം പുതുക്കാനും, പരസ്പരം അറിയാത്തവരാണെങ്കിൽ പോലും അത് ശ്രമിക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഇന്ത്യക്കാരും ഇവരോടൊക്കെ ഇങ്ങനെ മിങ്കിൾ ചെയ്യുന്നത് വഴി നമ്മൾ ഇതുപോലെ അവർക്ക് പറയാനുള്ളത് തുറന്നു പറയുകയും, നമ്മുടെ രാജ്യത്തിന്റെ ശരിയായ അവസ്ഥ അതൊക്കെ നമുക്ക് ഒന്ന് സാഹചര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഒരു മൗത്ത് പബ്ലിസിറ്റി ആയിരിക്കും, നമ്മുടെ രാജ്യത്തിന്റെ ഒരു അഭിമാനം സംരക്ഷിക്കാൻ. അല്ലെ, നമ്മളിങ്ങനെ ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വഴി മറ്റ് പല കാര്യങ്ങൾ കൂടിയുണ്ട്. നമ്മൾ റെഫ്യൂജി ആയിട്ട് ഇവിടെ എത്തിയതാണ്, പിന്നെ നമ്മൾ വർക്ക് വിസയിലല്ല ഇവിടെ എത്തിയത് എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ആ ഒരു രീതിയിലൊക്കെ നമ്മളോട്, നമ്മുടെ ഒരു സ്കിൻ കളറൊക്കെ കാണുമ്പോൾ ആ രീതിയിലൊക്കെ പെരുമാറുന്നവരോട് കുറച്ചെങ്കിലും, നമുക്കിപ്പോ ഒന്നോ രണ്ടോ ആൾക്ക് അവരുടെ മാനസികാവസ്ഥയെ മാറ്റാൻ പറ്റുന്നെങ്കിൽ അങ്ങനെയാണ്. അപ്പൊ ഇവിടെ ഒരു 30,000 മലയാളികളോളം ഉണ്ട്. അപ്പോൾ ഇത്രയും പേര് വിചാരിച്ചാൽ അവരോട് നല്ലതായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വഴി അങ്ങനെയൊക്കെയുള്ള അത്രയും ആൾക്കാരുടെ ഒക്കെ ഒരു മാനസികാവസ്ഥ നമുക്ക് മാറ്റിയെടുക്കാം. ചെറിയ ശതമാനം മാത്രമാണ് ഇങ്ങനെയൊക്കെയുള്ള ചില തരംതിരിവുകൾ മറ്റു രാജ്യക്കാരായിട്ടുള്ള നമ്മളോടൊക്കെ കാണിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും നമ്മൾ കുറച്ചുകൂടെ അവരുടെ ആ ഒരു കൾച്ചർ, ഒരു ഹായ് ബൈ പറയുന്ന ഒരു കൾച്ചറിലേക്കൊക്കെ നമ്മൾ ഒന്ന് അഡാപ്റ്റ് ആയിക്കൊണ്ട് നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ കൺവിൻസ് ചെയ്യാൻ, മനഃപൂർവ്വം ഞാൻ ഇങ്ങനെ വന്നതാണെന്നും പറയുകയല്ല, നമ്മൾ സൗഹൃദ സംഭാഷണത്തിലൂടെ നല്ല കാര്യങ്ങൾ, നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മൾ എങ്ങനെ ഇവിടെ എത്തിയെന്നൊക്കെ ഒന്ന് ജസ്റ്റ് പുതിയ ആൾക്കാരോടൊക്കെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഒരു സൗഹൃദത്തിലാവാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ള അവരുടെ ചിന്താഗതി. നമ്മൾ റെഫ്യൂജി സ്റ്റാറ്റസിലാണ് കുറെ ആളുകൾ ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് അവർ ചിന്തിക്കുന്നത്. നമ്മൾ വർക്ക് പെർമിറ്റോട് കൂടിയാണ് ഇവിടെ വന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ സ്പൗസ് ആയിട്ടാണ് വന്നത്, അങ്ങനെയുള്ള കാര്യമൊന്നും ഇവർക്ക് അറിയില്ല. അപ്പോൾ അതൊക്കെ ആളുകളെ ബോധവൽക്കരിക്കപ്പെടേണ്ടതാണ് മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടാണെങ്കിലും ഇവരായിട്ട് മിങ്കിൾ ചെയ്ത് ഇന്റഗ്രേഷനാണ് നമുക്ക് ഇവിടെ വേണ്ടത് മെയിനായിട്ട്. ഞാൻ ഒരു 3 മാസം മുമ്പ് UK ഒരു കോഴ്സിനായിട്ട് പോയിരുന്നു. അപ്പോൾ അവിടുത്തെ ഒരു ടാക്സി ഡ്രൈവർ, അദ്ദേഹം ഏകദേശം ഒരു മണിക്കൂറോളം ആ ടാക്സിയിൽ അദ്ദേഹം എന്നെ കൊണ്ട് ഡ്രൈവ് ചെയ്തു. അപ്പോൾ അദ്ദേഹം എന്നോട് പങ്കുവെച്ച ഒരു കാര്യം, ഇപ്പോഴത്തെ ഇന്ത്യ ഒരു ഗവൺമെന്റിന്റെ ആ ഒരു ടീം വർക്കിൽ അവർ വളരെ ഹാപ്പിയാണ്. പാകിസ്ഥാനിലെ പ്രൈം മിനിസ്റ്റർ, പട്ടാളം ഒരു വഴിക്ക്, പ്രൈം മിനിസ്റ്റർ മറ്റൊരു വഴിക്ക്, തീവ്രവാദികൾ വേറൊരു വഴിക്ക്, അവരുടെ രാജ്യം അവരെല്ലാം കൂടെ ചേർന്ന് കുട്ടിച്ചോറാക്കുകയാണ്. ഇന്ത്യയുടെ ആ ഒരു ടീം വർക്ക്, ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിന്റെ നേതൃത്വത്തിൽ ആ ഒരു ടീം വർക്ക് കാണുമ്പോൾ അവർക്ക് വളരെ കൊതി തോന്നുന്നു. ഇന്ത്യയുടെ ഡെവലപ്മെന്റ് കാണുമ്പോൾ അവർക്ക് വളരെ കൊതി തോന്നുന്നു. വൺ ഓഫ് ദ ബെസ്റ്റ് ടീമാണ് ഇപ്പോൾ ഇന്ത്യയെ ഭരിക്കുന്നത്. ആ ഒരു ഒത്തൊരുമ അവർക്കും ഉണ്ടായെങ്കിൽ എന്ന് അവർ ആഗ്രഹിച്ചു പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള പാകിസ്ഥാനി സുഹൃത്തുക്കളെ പോലും കണ്ടുമുട്ടിയിട്ടുണ്ട്. നമ്മളോട് സ്നേഹമുള്ള, നമ്മുടെ രാജ്യത്തോട് ആദരവുള്ള സുഹൃത്തുക്കളെ പോലും നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ നാട്ടിലെ ജനങ്ങളും മനസ്സിലാക്കണം. ചില ജനങ്ങളും, ഭീകരവാദികളെ അനുകൂലിക്കുന്ന ചില ജനങ്ങളും മനസ്സിലാക്കണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.